ഹലോ, മെസഞ്ചർ സ്റ്റേജിലേക്ക് സ്വാഗതം. ഈ അധ്യായത്തിൽ വിധിയെ നിർണയിക്കുന്ന വിത്തുകളെക്കുറിച്ചും വിധിയെ വെല്ലാൻ കൽപ്പുള്ള മന്ത്രങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ അധ്യായത്തിൽ ഒരു ആത്മചക്ര മറ്റ് എല്ലാ ചക്രകളെയും നിയന്ത്രിക്കുന്നുണ്ട് എന്ന് നമ്മൾ പഠിച്ചു. ആത്മചക്രയെയും യൂണിവേഴ്സൽ ഇൻ്റലിജൻസിനെയും അഥവാ പ്രപഞ്ചബുദ്ധിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പ്രകാശനിർമ്മിതമായ ആത്മതന്ത്രിയുണ്ട് എന്നും പഠിച്ചു. ഇനി നമുക്ക് തുടരാം. നമ്മുടെ ആത്മതന്ത്രി ആത്മചക്രയിൽ നിന്ന് മുകളിലേക്ക് മാത്രമല്ല, ശരീരത്തിനകത്തുകൂടി താഴേക്കും പോയി ഭൂമിയിലേക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ട്. ശരീരത്തിനുള്ളിലുള്ള ആത്മതന്ത്രിയുടെ വിവിധ ഭാഗങ്ങളിലായി ചില വിത്തുകളുണ്ട്. ഇത്തരം വിത്തിനെ മണി എന്നാണ് വിളിക്കുന്നത്. ഈ മണികളാണ് നമ്മളുടെ വിധിയെ നിർണയിക്കുന്നത്. ഉദാഹരണത്തിന്, ആജ്ഞാചക്രയുടെ ഭാഗത്ത് തലച്ചോറിന് ഉള്ളിലായി സ്ഥിതി ചെയ്യുന്ന ഒരു വിത്തിന്റെ പേരാണ് ചിത്ത്. ചിത്ത് എന്ന ഈ വിത്താണ് നമ്മുടെ മാനസിക നില നിർണയിക്കുന്നത്. ഹാർട്ട് ചക്രയുടെ ഭാഗത്ത് നെഞ്ചിനുള്ളിലായി സ്ഥിതി ചെയ്യുന്ന മറ്റൊരു വിത്തിന്റെ പേരാണ് സത്ത്. ഈ വിത്താണ് നമ്മുടെ ശാരീരിക ഘടന നിർണയിക്കുന്നത്. അതുപോലെ സോളാർ പ്ലക്സസ് ചക്രയുടെ ഭാഗത്ത് ഉള്ളിലായി സ്ഥിതി ചെയ്യുന്ന വിത്തിന്റെ പേരാണ് ആനന്ദം. ഇതാണ് നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കുന്നത്. ഇതിന്റെ താഴെയായി നേവൽ ചക്രയുടെ ഭാഗത്ത് ഉള്ളിലായി സ്ഥിതി ചെയ്യുന്ന മറ്റൊരു വിത്തിന്റെ പേരാണ് സുബ്രഹ്മണി. ഇതാണ് ജ്ഞാനം അഥവാ അറിവിന്റെ വിത്ത്. എല്ലാ വിത്തുക്കളെ കുറിച്ചും ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അത് മറ്റൊരു അധ്യായത്തിൽ ഒരു പുരാണ കഥയെ വിശകലനം ചെയ്യുമ്പോൾ കൂടുതൽ പറയാം. വിധി തലയോട്ടിയിൽ എഴുതി വെക്കപ്പെട്ടതാണ് എന്നൊരു തെറ്റിദ്ധാരണ നിലവിലുണ്ട്. പക്ഷേ നമ്മുടെ വിധി നിർണയിക്കുന്നത് ആത്മതന്ത്രിക്കുള്ളിൽ ജന്മന നിക്ഷിപ്തമായ ഇത്തരം വിത്തുകളാണ്. ഈ വിത്തുകളുടെ പേരുകൾ അവയെ ശുദ്ധീകരിക്കാൻ പ്രാപ്തിയുള്ള മന്ത്രങ്ങളാണ്. ശക്തി കുടികൊള്ളുന്ന ശബ്ദങ്ങൾ സംയോജിപ്പിച്ച് ഉണ്ടാക്കുന്ന വാക്കുകളാണ് മന്ത്രങ്ങൾ. ഓരോ ശബ്ദത്തിനും പ്രഭാവലയത്തിലെ ഓരോ ചക്രകളെ ഉത്തേജിപ്പിക്കാനോ ശുദ്ധീകരിക്കാനോ ഉള്ള കഴിവുണ്ട്. മ്യൂസിക് തെറാപ്പി അഥവാ സംഗീത ചികിത്സയുടെ പിന്നിലെ യഥാർത്ഥ രഹസ്യം ശബ്ദങ്ങളുടെ ഈ കഴിവാണ്. പ്രാചീന കാലത്ത് നമ്മുടെ മഹാഋഷികൾ വരച്ചു വെച്ച ചക്രകളുടെ ചിത്രം നോക്കിയാൽ ഇത് വ്യക്തമാവും. ഓരോ ചക്രയുടെയും മധ്യത്തിൽ ആ ചക്രയെ ഉത്തേജിപ്പിക്കാനുള്ള ശബ്ദവും എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ചില ചക്രകൾ നോക്കാം. ബേസിക് ചക്രയ്ക്ക് 4 ദലങ്ങൾ ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അതിന്റെ മധ്യത്തിലായി ലം എന്ന് ഹിന്ദിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ചക്രയുടെ ദലങ്ങളിൽ നോക്കിയാൽ ഷ, ഷ, സ, വ എന്നിങ്ങനെ 4 അക്ഷരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നതായി കാണാം. ഇതേപോലെ ഫ്രണ്ട് ഹാർട്ട് ചക്രയെ ഉത്തേജിപ്പിക്കാനുള്ള പ്രധാന ശബ്ദമാണ് യം. സെക്സ് ചക്രയെ ഉത്തേജിപ്പിക്കാനുള്ള ശബ്ദം വം. ത്രോട്ട് ചക്രയ്ക്ക് ഹാം. ആജ്ഞാ ചക്രയ്ക്ക് സഹസ്രാര ചക്രയ്ക്ക് ഓം എന്നിങ്ങനെ നിരവധി ചക്രകളെ ഉത്തേജിപ്പിക്കാൻ ഓരോ ശബ്ദങ്ങളുണ്ട്. മന്ത്രങ്ങൾക്ക് ജാതിയോ മതമോ ദേശമോ ഭാഷയോ ഒന്നും ബാധകമല്ല. എന്തുകൊണ്ടെന്നാൽ ആ എന്ന ശബ്ദം മലയാളത്തിലോ ഹിന്ദിയിലോ അറബിയിലോ അരമായിക്കിലോ സംസ്കൃതത്തിലോ മറ്റേതൊരു ഭാഷയിൽ ഉച്ചരിച്ചാലും അത് ആ തന്നെയാണ്. ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ 2 മന്ത്രങ്ങൾ പരിശോധിക്കാം. യൂറോപ്പുകാർ ഹാലേലൂയ എന്ന് പറയുമ്പോൾ അറേബ്യക്കാർ ലാ ഇലാഹ എന്ന് പറയും. രണ്ടിലും പൊതുവായുള്ള ശബ്ദങ്ങൾ ല, യ, ഹ എന്നിവയാണ്. ശബ്ദങ്ങളുടെ സ്ഥാനങ്ങൾ മാത്രമാണ് മാറിക്കിടക്കുന്നത്. ചൈനീസ് ഭാഷയിൽ ഹു എന്ന പദം സ്പ്ലീൻ ചക്രയെ ഉത്തേജിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. അതുപോലെ ഹൃദയത്തിന് ഹോ എന്നും ശ്വാസകോശത്തിന് സു എന്നും ആമാശയത്തിന് ഇക്സി എന്നും വൃക്കകൾക്ക് ചുയ് എന്നും ശബ്ദങ്ങൾ ചൈനക്കാർ ഉപയോഗിക്കാറുണ്ട്. പുരാതന ഋഷിമാരാണ് ഭാഷകൾ സൃഷ്ടിച്ചത്. ഋഷികൾ ഈ ഭൂമിയുടെ വ്യത്യസ്തമായ ഭാഗങ്ങളിലായിരുന്നു എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. ദക്ഷിണേന്ത്യയിൽ സാധാരണ ഉപയോഗിക്കുന്ന ഒരു മന്ത്രമാണ് സച്ചിദാനന്ദം. ഇത് സത്, ചിത്, ആനന്ദം എന്നീ വാക്കുകൾ സംയോജിപ്പിച്ച് ഉണ്ടാക്കിയ ഒരു മന്ത്രമാണ്. ചില നദികളെ പുണ്യനദികളായി കണക്കാക്കാറുണ്ട്. അവയുടെ പേരുകളുടെ രഹസ്യം മന്ത്രങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നത്. ഉദാഹരണത്തിന് ഗംഗ. സ്വസ്ഥമായി എവിടെയെങ്കിലും ഇരുന്ന് ഗംഗ എന്ന വാക്ക് പലതവണ പറഞ്ഞു നോക്കാം. തൊണ്ടയിലുള്ള ചക്ര സജീവമാകുന്നത് പോലെ പലർക്കും അനുഭവപ്പെടാം. അതേപോലെ യമുന എന്ന് പറയുമ്പോൾ ഹാർട്ട് ചക്രയും അതിന്റെ ദലങ്ങളും ഉത്തേജിപ്പിക്കപ്പെടുന്നു.
വായയ്ക്ക് ചുറ്റുമുള്ള പ്രധാന ചക്രകൾ ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നു. മുകളിൽ നിന്ന് ഇടത് ഭാഗത്തു കൂടി താഴേക്ക് വായിച്ചു നോക്കിയാൽ സരസ്വതി എന്ന മന്ത്രം എങ്ങനെയാണ് രൂപപ്പെട്ടത് എന്ന് മനസ്സിലാക്കാം. മന്ത്രങ്ങൾ ദൈവികമാണെന്ന തെറ്റിദ്ധാരണ പലർക്കുമുണ്ട്. എന്നാൽ ഇത് ചക്രകളെ ശുദ്ധീകരിച്ച് സാമാന്യം നല്ല ജീവിതം നയിക്കാൻ മനുഷ്യൻ കണ്ടുപിടിച്ച ഒരു വിദ്യ മാത്രമാണ്. മന്ത്രങ്ങളെക്കുറിച്ച് പറയാൻ തുടങ്ങിയാൽ ഒരു ദിവസം മതിയാവില്ല. ഇനിയും വരാനിരിക്കുന്ന അധ്യായങ്ങളിൽ സന്ദർഭത്തിന് അനുസരിച്ച് മറ്റു മന്ത്രങ്ങളെക്കുറിച്ച് വിവരിക്കാം. പല ഭാഷകളിലുമുള്ള മന്ത്രങ്ങൾ ഗൂഗിളിൽ തിരഞ്ഞാൽ കിട്ടും. പ്രത്യേകിച്ച് അധ്വാനമൊന്നുമില്ലാതെ ചക്രകളെ സജീവമാക്കി വെക്കാനുള്ള ഒരു തന്ത്രമാണ് മന്ത്രം. ആത്മാവിലെ ചക്രകൾ ശുദ്ധമാവുമ്പോൾ ജീവിതത്തിലെ തടസ്സങ്ങൾ നീങ്ങുകയും രോഗശാന്തിക്ക് കാരണമാവുകയും ചെയ്യും. മന്ത്രങ്ങൾ ഉരുവിടുമ്പോൾ ചുണ്ടുകൾ പോലും അനക്കാതെ മനസ്സിൽ പറഞ്ഞാൽ മതി. ഏതെങ്കിലും ഒരു മന്ത്രം മാത്രം 2 ആഴ്ചയെങ്കിലും ബോധപൂർവം ഉപയോഗിച്ചാൽ നമ്മുടെ ഉപബോധ മനസ്സ് അത് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കും. ആത്മാവിൽ അഴുക്കുകളുടെ ദാരിദ്ര്യം ഉള്ളവനാണ് ഭാഗ്യവാൻ, അല്ലാതെ ദരിദ്രന്മാർ ഭാഗ്യവാന്മാരാണ് എന്നല്ല ബൈബിൾ വാക്യം. ശാരീരികവും ആത്മീയവുമായ അഴുക്കുകളെ കുറിച്ച് മറ്റൊരു അധ്യായത്തിൽ വിശദമാക്കാം. നിലവിലുള്ള മന്ത്രങ്ങൾ തന്നെ ഉപയോഗിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഏതെങ്കിലും പാട്ടിന്റെ വരികളോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് വാക്കുകളോ പോലും ഉപയോഗിക്കാം. ഉദാഹരണത്തിന് ബ്രിങ് മീ മണി. ഒരു മന്ത്രവും അറിയില്ലെങ്കിൽ മഹാഋഷിമാർ സൃഷ്ടിച്ച ശക്തമായ വാക്കുകൾ ഉപയോഗിച്ച് ഒരു പുതിയ മന്ത്രവും നമുക്ക് സൃഷ്ടിക്കാം. ഉദാഹരണത്തിന് ഓം ഹല്ലേലൂയ അല്ലാഹു ബുദ്ധം. പുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ള കഥാപാത്രങ്ങളും നദികളും അസുരന്മാരും എല്ലാം തന്നെ ആത്മീയ ശാസ്ത്രത്തോട് അത്യധികം ചേർന്നു നിൽക്കുന്ന സങ്കല്പങ്ങളാണ്. പുരാണ കഥാപാത്രങ്ങൾ ദൈവങ്ങളാണെന്ന തെറ്റിദ്ധാരണ ആയിരക്കണക്കിന് വർഷങ്ങളായി നിലവിലുണ്ട്. എന്നാൽ അവ പഞ്ചഭൂതങ്ങളുടെയും ചക്രകളുടെയും പ്രതീകങ്ങൾ മാത്രമാണ്. ഇതേക്കുറിച്ച് അടുത്ത അധ്യായത്തിൽ നമുക്ക് പഠിക്കാം. തൽക്കാലത്തേക്ക് വിട. वीडियोस बनाने हैं फिल्मोरा है ना।